ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ കൊണ്ട് കല്ലെറിയിപ്പിക്കാൻ നോക്കുന്ന സച്ചിനെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുക, എന്തിനാ മോനെ ഈ ഇഷ്ടിക ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അത് പിന്നെ ഇവളുടെ ധീരതയില്ലേ, അതിന്റെ ഓർമ്മയ്ക്കായിട്ടാ ഈ ഇഷ്ടിക ഇവിടെ സൂക്ഷിക്കണം. രേവതി ബാ, നമുക്കിതേ ഒരു സ്ഥലത്ത് വെക്കണം, ബാ നമുക്ക് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി നേരെ റൂമിലേക്ക് പോവുക. എന്നിട്ട് ഓം ഇഷ്ടികയായ നമഃ, ഓം ഇഷ്ടികയായ നമഃ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ പറഞ്ഞുകൊണ്ടും എന്തൊക്കെയോ പാടിക്കൊണ്ടുമാണ് നമ്മുടെ സച്ചി പോകുന്നത് കേട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഞാനൊന്നേ പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വെളിയിൽ പോയി. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ആന്റി, ഇഷ്ടിക വീട്ടിൽ സൂക്ഷിക്കുന്നതിന് വേറെന്തെങ്കിലും കാരണം കാണുമോ? എനിക്ക് ചെറിയ പേടിയുണ്ട്. അവള് ചില്ലറക്കാരിയല്ല, സൂക്ഷിക്കണം, നമ്മളെല്ലാം സൂക്ഷിക്കണം, സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാൻ. കുറച്ച് ചായ വേണമായിരുന്നു, ചായ ഇട്ട് തരാൻ അവളോട് പറഞ്ഞാലേ ചിലപ്പോ അവൾ ഇഷ്ടിക എടുത്തെറിയും. എന്തിനാ വെറുതെ തടി കയറാക്കുന്ന മോളെ, നമുക്ക് തന്നെ ചായ ഇട്ട് കുടിക്കാം. അതാമ്മ നല്ലതെന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോവുക പാവങ്ങള് ചായ ഇട്ട് കുടിക്കാൻ വേണ്ടി. ഒരു ഇഷ്ടിക വരുത്തി വെച്ച കഷ്ടകാലമേ. ഏതായാലും ഈ സമയം നമ്മുടെ രേവതിനെ സച്ചിനെ കാണിക്കുവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഇഷ്ടികയും കൊണ്ട് നേരെ റൂമിലേക്കാണ് നമ്മുടെ രേവതി പോയത്. രേവതിയല്ല, സച്ചി പോയത്. എന്നിട്ട് അവിടെ ഒരു കസേരയെ കൊണ്ടുവന്ന് നമ്മുടെ സച്ചി ആ ഇഷ്ടിക വെച്ചു കേട്ടോ. അപ്പൊ രേവതി ചോദിച്ചു, സച്ചിയേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഇഷ്ടിക ഇവിടെ കൊണ്ട് വെച്ചത്? അത് പിന്നെ ഇഷ്ടിക ഇവിടെ വെക്കണ്ടേ? എനിക്ക് പിന്നെ ഇവിടുന്ന് മാറ്റാം, ഇവിടുന്ന് മാറ്റി നമുക്ക് ഷെൽഫിലേക്ക് എടുത്ത് വെക്കാന്ന് പറഞ്ഞ് നേരെ ഷെൽഫിന്റെ സൈഡിൽ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടാ കാണിക്കുന്നത്? സച്ചേട്ടനോട് ചോദിക്കുന്നത് എന്തിനാ ഇഷ്ടിക ഈ മുറി കൊണ്ടുവച്ചത്? പറയാ രേവതി, നീ സമാധാനപ്പെട്. ഏയ് അല്ലെങ്കിൽ വേണ്ട, ഇത് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. വേറൊരു സ്ഥലം വേണം. വേറെ ഏത് സ്ഥലത്ത് ഇത് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞ് ആ ഇഷ്ടിക കൊണ്ട് നേരെ വേറൊരു സൈഡിലേക്ക് പോയി ഒരു ഡെസ്കിന്റെ പുറത്ത് വെച്ചു. അപ്പോഴത്തേക്ക് രവി ചോദിച്ചു, സച്ചേട്ടൻ എന്താ ഈ കാണിക്കുന്നത്? സച്ചിയേട്ടാ വട്ട് പിടിച്ചോ, എന്തിനാ ഈ ഇഷ്ടിക ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്? അതൊന്ന് പറ. അത് പിന്നെ ദിവസവും ഈ ഇഷ്ടിക കണി കണ്ടായിരിക്കും ഞാൻ ഇനി ഉണരുക. നിന്റെ വീരസാഹസ്യതയെ ഓർമ്മയ്ക്കായിട്ട് നീ ഉപയോഗിച്ച ഈ ഇഷ്ടിക ഇവിടെ ഇരിക്കട്ടെ. സച്ചിയേട്ടാ, വീട്ടിലുള്ളവർ കണ്ടാ എന്ത് തോന്നും? വട്ടാന്ന് വിചാരിക്കില്ലേ? വട്ടല്ല, അവർക്ക് ഭയം തോന്നും, ഭയം തോന്നണം. നമ്മൾ വരുമ്പം അവരുടെയൊക്കെ മുഖഭാവം ശ്രദ്ധിച്ചോ നീ? നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. അവരെ നിന്നിപ്പോ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. ആ ഭയം നിലനിർത്താന് ഈ ഇഷ്ടിക ഇവിടെ ഇരിക്കുന്നത് നല്ലതാ. പിന്നെ ഇഷ്ടിക കണ്ടാൽ അവര് പേടിച്ചോടാൻ പോവല്ലേ? അതെ, നിന്റെ ഉണ്ടക്കണ്ണും കൊണ്ട് ഉരുട്ടിയാ തന്നെ എല്ലാവരും പേടിക്കും. പിന്നെ ഇതൂടെ ആയപ്പോ പിന്നെ പറയണോ? നിന്നെ ഇപ്പം എല്ലാവർക്കും പേടിയാ രേവതി. അതെന്തേ നീ മനസ്സിലാകാത്തത്? എല്ലാവർക്കും പേടിയാണെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങളും പേടില്ലേ? അയ്യേ, എനിക്ക് നിന്നെ പേടി? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. അത് വെറുതെ ആണല്ലോ. ആ എന്നാലും ചെറുതായിട്ട് ആയിക്കോട്ടെ, ചെറുതായിട്ടൊരു പേടിയുള്ളതേ നല്ലതാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സജ്ജി മനസ്സിൽ വിചാരിക്കുക, ഇവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ചിലപ്പം ഇവളും പ്രയോഗിക്കും, എന്നെ എടുത്തിട്ട് പ്രയോഗിച്ചാൽ തീർന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടൻ എന്താ വിചാരിക്കുന്നത്? മനസ്സിലെന്തോ ഓർക്കണ പോലെ? ഒന്നുമില്ല, ഏതായാലും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ, പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ അറിയണമല്ലോ, നിന്നെക്കുറിച്ച് പൊതുവെ ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ സച്ചി വിട്ടടിച്ച് പുറത്തു പോവാണ്. രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. രേവതിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷയുടെ അച്ഛനാണ് കേട്ടോ. വർഷയുടെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അപ്പൊ വീട്ടിലിരുന്നാണ് മദ്യപാനം, പുള്ളിക്കാരൻ ഭയങ്കര മദ്യപാനം. അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ വരുന്നത്. വർഷയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, എന്തുവാ മധുവേട്ട ഈ കാണിക്കുന്നത്? ഓഫീസിൽ പോകുന്നില്ല, ഫുൾ ടൈം മദ്യപാനം, എന്താ നിങ്ങളുടെ മനസ്സില്? നിങ്ങള് വല്ല അസുഖം വരുത്തി വെക്കാനാണോ? എനിക്ക് വേറെ ആരുണ്ട് പിന്നെ? അല്ല, നീ വർഷേനെ പോയി കണ്ടല്ലേ, എന്തിനാ വന്നെന്ന് ചോദിച്ച് നിന്നെ ആട്ടി ഇറക്കി വിട്ട് കാണൂല്ലേ? ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? അവളെ നമ്മുടെ മോളാണെങ്കിലും അവളിപ്പം ആള് വേറെയാ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ അവിടെ പോയത്? അത് പിന്നെ അവള് നമ്മുടെ മോളല്ലേ മധുവേട്ട, അവക്കൊരു പ്രശ്നം വരുമ്പോ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? റോഷൻ ഒരു കോമാളിയെ പോലെയാ പെരുമാറിയത്, പക്ഷെ അവനൊരു ക്രിമിനൽ ആണെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ശ്രീകാന്ത് വർഷയും
അവിടെ നിൽക്കുന്നത് അപകടമാ. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മധുവേട്ട, എന്തെങ്കിലും ചെയ്യണം. എന്താ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നല്ലേ നീ പറയുന്നത്? എന്റെ മധുവേട്ട ഒന്ന് ദേഷ്യപ്പെടാതെ, ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യണം. നമ്മുടെ മകൾ നമ്മളെ ഉപേക്ഷിച്ചു പോകാൻ കാരണം ആരാ? ആ രവീന്ദ്രനല്ലേ? അയാളുടെ 3 മക്കളെ ഉപേക്ഷിക്കുന്ന ഒരു ദിവസം വരും. അതിനുള്ള കളി ഞാൻ കളിക്കാൻ പോകുക. ഇനി ഞാൻ ജീവിക്കുന്നത് തന്നെ അത് കാണാൻ വേണ്ടിയാ. വർഷ അവരുടെ വീട്ടിൽ പോയി താമസിക്കണം മധുവേട്ട. ഏ, അവരുടെ വീട്ടിൽ പോയി താമസിക്കാനോ? നീ എന്താ ഈ പറയുന്നത്? ചന്ദ്രമതി എന്നോട് പറഞ്ഞിരുന്നു വർഷയെ നമ്മള് അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടാ രവീന്ദ്രൻ സ്വീകരിക്കുമെന്ന്. ഓ, അപ്പൊ രവീന്ദ്രന്റെ മുന്നിൽ പോയി ഞാൻ തല കുനിച്ച് നിൽക്കണം എന്നാണോ നീ പറയുന്നത്? ഞാൻ പോയില്ലെങ്കിലേ അവൻ എന്തു ചെയ്യും? ദേ എന്റെ പൊന്നു മധുവേട്ട, വർഷയും ശ്രീകാന്തിനെയും അവരവരുടെ വീട്ടിൽ കയറ്റില്ല. അപ്പൊ പിന്നെ എന്റെ പ്ലാൻ നടക്കില്ല. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല മഹിമ, വരില്ല. നിനക്കിഷ്ടമുള്ളത് നീ അങ്ങോട്ട് ചെയ്യ്. എന്തായാലും വർഷയും കൂട്ടി ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ചെറുതാകാനേ ഈ മധുസൂദനെ കിട്ടില്ല. മധുസൂദൻ അങ്ങനെ ചെറുതാവില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒരു ഗ്ലാസ് മദ്യവും കുടിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ മധുസൂദനൻ. ഏതായാലും നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര പ്ലാനും പദ്ധതിയൊക്കെയാണ്. ഇവരുടെ കുടുംബം തകർക്കണം, മക്കളെ തമ്മി തല്ലിക്കണം എന്നൊക്കെ അതുദ്ദേശിച്ചിട്ടാണ് നേരെ നമ്മുടെ വർഷേനെ ആ വീട്ടിലേക്ക് വിടാൻ നോക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും വിട്ടേ പറ്റൂ. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ ചന്ദ്രനെ കാണിക്കുന്നത്. ചന്ദ്ര ഒരു ഫോണും ഒക്കെ ആയിട്ട്, അതെ അതെ, എന്റെ മരുമകൾ തന്നെ, സച്ചിയുടെ ഭാര്യ. എന്താ എന്താ നിങ്ങൾ പറയുന്നത്? അവളെ അഭിനന്ദനം അറിയിക്കണമെന്നോ? അവളെന്താ വല്ല അവാർഡ് മേടിച്ചു വന്നിരിക്കുകയാണോ? നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? വെക്കിടി ഫോണ് എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ആരോ അറിയുന്നവര് വിളിച്ചിട്ട് നമ്മുടെ രേവതിനെ വിളിച്ചൊന്ന് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോഴല്ലേ നമ്മുടെ ചന്ദ്ര പിന്നെ അവളുടെ അഭിനന്ദനം അറിയിച്ച് ഒരു ദിവസം കൊണ്ട് അവള് വലിയ സെലിബ്രിറ്റി ആയിപ്പോയി. അയ്യോ, എല്ലാവരും ഇങ്ങനെ അവള് അവളെ ശ്രദ്ധിക്കുകയാണല്ലോ. റോഡിലൂടെ പോകുന്ന ആരെങ്കിലും കല്ലെടുത്ത് അറിയായിരുന്നെങ്കിൽ ഞാൻ സെലിബ്രിറ്റി ആയനെ. വേറൊരു നമ്പർ വരുന്നുണ്ട്, ഇതാരാണാവോ എന്നും ചോദിച്ചുകൊണ്ട് ഫോൺ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മയാട്ടോ വിളിക്കുന്നത്. അപ്പൊ വർഷയുടെ അമ്മ ഹലോ ഞാനാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആരാണാവോ? ഞാൻ ആരാണെന്ന് ചോദിച്ചാല് വർഷയുടെ അമ്മയാ. അയ്യോ, വർഷയുടെ അമ്മയാണോ? നിങ്ങളുടെ ഫോൺ നമ്പർ സേവ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. അതാ ആളെ വിളിച്ചപ്പോ മനസ്സിലാകാത്തത്. അല്ല, വീട്ടിൽ ചെന്നിട്ട് വർഷയുടെ അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു, അദ്ദേഹം സമ്മതമാണെന്ന് പറഞ്ഞു. സമ്മതിച്ചോ? എന്റെ ദൈവമേ, എനിക്കറിയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മാറുമെന്ന്. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാമോ? ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയ ഒറ്റ മോളല്ലേ വർഷ. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അവളെ? എനിക്കങ്ങ് സന്തോഷമായി മഹിമ, സന്തോഷമായി. ഇനി എന്റെ മരുമോള് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കാം. ഞാൻ നാളെ തന്നെ ജോത്സ്യനെ കണ്ടിട്ട് നല്ലൊരു ദിവസം കുറിക്കാം. അന്ന് ശ്രീകാന്തിയും വർഷയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം. അത് പിന്നെ നാളെ നല്ല ദിവസമാ. നാളെ അവരെയും കൂട്ടി ഞങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. നാളെയോ? അയ്യോ, ഇത്ര പെട്ടെന്ന് എല്ലാം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വിശ്വസിക്കാനേ പറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഫോൺ വെച്ചേക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ചന്ദ്ര നേരെ പൂജാമുറി പോവാണ് കേട്ടോ. എന്റെ ഭഗവാനെ, രക്ഷിച്ചല്ലോ നീ. അമ്മേ മഹാമായേ ദേവി, ഇത്ര പെട്ടെന്ന് കണ്ടു തുറക്കുന്ന ഞാൻ കരുതിയതേ ഇല്ല. എന്റെ പ്രാർത്ഥന ദൈവം നീ കേട്ടല്ലോ. നന്ദിയുണ്ട് ദൈവമേ, നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ, ഫോൺ ഞാൻ കട്ട് ചെയ്തായിരുന്നോ എന്ന് പറഞ്ഞ് നേരെ പോയി ഫോൺ എടുക്കുക. അപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ മഹിമ അപ്പുറത്ത് ഹലോ ഹലോ എന്ന് വെച്ചോണ്ട് നിപ്പുണ്ട് കേട്ടോ. അപ്പം ചന്ദ്ര വന്നിട്ട് ഹലോ ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നാളെ തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടോ. എനിക്ക് സന്തോഷമായി. ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി വന്നു. അവരെയും കൂട്ടി വീട്ടിൽ വരുമ്പം ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശ്രീകാന്തിന്റെ അച്ഛൻ സമ്മതിച്ചിട്ടാണല്ലോ. അല്ല, നിന്റെ മകൻ സച്ചി പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. അവൻ റെസ്റ്റോറന്റിൽ വെച്ച് വർഷേനെ വഴക്ക് പറഞ്ഞിരുന്നു, കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ വീട്ടിൽ സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അയ്യോ, അവനെ പേടിക്കൊന്നും വേണ്ട. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവന്റെ അച്ഛൻ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അവൻ പ്രശ്നം ഉണ്ടാക്കും, അത് ഉറപ്പാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നാളെ ശ്രീകാന്തിനെയും വർഷേനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ സച്ചി അവിടെ ഉണ്ടാകാൻ പാടില്ല. അത്ര തന്നെ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വരത്തുള്ളൂ. അവൻ ഉണ്ടായി കഴിഞ്ഞാല് ഞങ്ങൾ വരില്ല. അയ്യോ,
അങ്ങനെയൊന്നും പറയാതെ നിങ്ങള് അവരെയും കൂട്ടി നാളെ ഇങ്ങോട്ടേക്ക് വാ. നിങ്ങൾ വരുമ്പോ സച്ചി ഇവിടെ ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കോളാം, ഉറപ്പ് തരാം. ഞാൻ എങ്ങനെയെങ്കിലും അവരെ മാറ്റിക്കോളാം. എങ്കിൽ പിന്നെ ശരി, നാളെ രാവിലെ 10 മണിക്ക് ശ്രീകാന്തിനെ വർഷേനെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും. ഓക്കെ? ആ, ഓക്കെ ഓക്കെ, ഡബിൾ ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്റെ ഈശ്വര, ഇനിയിപ്പൊ എങ്ങനെ സച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടും? അതാണ് ഇനി നമ്മുടെ ചന്ദ്രയുടെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അവരിവിടെ വരുമ്പം സച്ചി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, എങ്ങനെയെങ്കിലും മാറ്റി നിർത്തിയേ പറ്റൂ. ഇനിയിപ്പൊ എന്താ ചെയ്യുക? അവനെ ഇവിടുന്ന് പറഞ്ഞു വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി വന്നു കേട്ടോ. സച്ചി വന്നു, രേവതിയുടെ റൂമിലേക്ക് കയറി വരികയാണ്. ഇപ്പൊ രാത്രിയാണ് കാണിക്കുന്നത്. അങ്ങനെ സച്ചി വന്നിട്ട് നേരെ ആ ഇഷ്ടികയെ വന്ന് തൊട്ടു തൊഴുതു. അപ്പൊ രേവതി പറഞ്ഞു, ഇതെന്താ സച്ചിട്ട് കാണിക്കുന്നത്? ഇതെന്നെ തൊട്ടു തൊഴുന്നത്? പിന്നെ തൊട്ടു തൊടണ്ടേ? ഇത് വീരകൃത്യം ചെയ്ത ആയുധമല്ലേ? ശരിക്കും ഇത് മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ടതാ. എന്തിന്? പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ച ഈ ഉപകരണങ്ങളും ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാറില്ലേ? അതുപോലെ ഇതും സൂക്ഷിച്ചു വെക്കണം. എന്താ സച്ചേട്ടൻ എന്നെ കളിയാക്കിയതൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ. നീ ദിവസവും ഈ ഇഷ്ടികയില് തൊട്ടു തൊഴിടണം. രേവതി, ഇവിടെ പൂമാല ഇരിപ്പുണ്ടോ? അതെല്ലാം കൊടുത്തു വിട്ടോ? കുറച്ചിവിടെ ഇരിപ്പുണ്ട്. അതെന്താ അങ്ങനെ ചോദിച്ചത്? ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പൂമാല ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നേരെ പൂമാല എടുക്കാണ് കേട്ടോ. പൂമാല എടുത്ത് എന്ത് ചെയ്യാ, നേരെ ആ കല്ലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുകയാണ്. കല്ലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വെള്ളത്തുണിയൊക്കെ വെച്ച് കല്ലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. കല്ലിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് എന്റെ പൊന്ന് സച്ചേട്ട, എന്താ സച്ചേട്ട ഈ കാണിക്കുന്നത്? എനിക്കറിയില്ല, ഈ സച്ചേട്ടന് മുതുഭ്രാന്താന്നാ തോന്നുന്നത്. ഇത് ഭ്രാന്തല്ല രേവതി, ഇതാണ് വിശ്വാസം. ഈ കട്ടയോട് എനിക്കുള്ള വിശ്വാസം. എന്താ സച്ചേട്ട, ഇതിനെന്താ ദൈവമാക്കുവാണ് സച്ചേട്ടൻ? ഈ ലോകത്ത് ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. നമ്മളൊരു ദൈവത്തെ സൃഷ്ടിക്കുന്നു, ആരും ചോദിക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ ഇഷ്ടിക ദൈവം. നാളെ ജനങ്ങള് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഈ വീട് ഒരു ക്ഷേത്രമാകാതെ നീ നോക്കിയാൽ മതി. ശരിക്കും നിന്റെ ദൈവമല്ലേ ഈ ഇഷ്ടിക? എന്റെ ദൈവം ഈ ഇഷ്ടിക. ഈ ഇഷ്ടികയല്ലേ നിന്നെ പ്രശസ്തയാക്കിയത്. 3 ദുഷ്ടന്മാരെ എറിഞ്ഞോടിച്ച് ഒരു പെണ്ണിന്റെ ജീവൻ നീ രക്ഷിച്ചില്ലേ? അപ്പം ഈ ഇഷ്ടികയ്ക്ക് എത്രമാത്രം വിലയുണ്ടെന്ന് നീ ഒന്ന് കണക്കാക്ക രേവതി എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ സച്ചി ആ ഇഷ്ടികയിൽ ഇങ്ങനെ തൊട്ടു തൊഴുവാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്ക് ചിരിച്ച് ചാവുവാണ്. സച്ചേട്ട, എന്താ സച്ചേട്ട ഇത്? സച്ചേട്ട, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടി തോന്നുവാ. എന്തിന് പേടിക്കുന്നത്? എനിക്ക് പേടിയുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. അല്ല, നിന്നെ ഞാൻ ഒരുപാട് തവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, വിരട്ടിയിട്ടുണ്ട്. അന്നൊക്കെ നീ സൈലന്റ് ആയിട്ട് നിന്നു. അല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ നിന്നെ അടിക്കാനൊക്കെ നോക്കിയിരുന്നു. അന്ന് നീ ഒന്നും മിണ്ടിയില്ല. നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വീരശൂര്യ പരാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നീ കല്ലെടുത്തെറിഞ്ഞില്ല? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അന്ന് ഞാൻ കല്ലല്ല, ചിലപ്പോ വേറെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞേനെ. കെട്ടിയവനായി പോയില്ലേ, അതുകൊണ്ടാ എറിയാതിരുന്നത്. പിന്നെ ഭർത്താവിനെ തല്ലാൻ പാടില്ലല്ലോ, ഉപദ്രവിക്കാൻ പാടില്ലല്ലോ, അത് മോശമല്ലേ സച്ചേട്ടാ? അല്ല, നീ ഉള്ളിൽ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അതെ, എനിക്ക് കിടന്നുറങ്ങണം. ഞാൻ ഉള്ളിലും പുറത്തും ഒന്നും അർത്ഥം വെച്ച് സംസാരിച്ചിട്ടില്ല. അതെ, എന്തായാലും നിങ്ങൾ പേടിക്കണ്ട. ഈ ആയുധം ഞാൻ നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കില്ല. കാരണം എന്താ, നിങ്ങൾ എന്റെ ഭർത്താവല്ലേ. പിന്നെ ഞാൻ നിങ്ങളിൽ നിന്നല്ല ഇതൊക്കെ പഠിച്ചത്. വേണ്ടെടുത്ത് ആവശ്യത്തിന് മാത്രം ഞാൻ ഇത് ഉപയോഗിക്കത്തുള്ളൂ. അതുപോലെ സച്ചേട്ടാ. ആ ഇപ്പഴാ നീയെ ശരിക്കും എന്റെ വഴി എത്തിയത്. എനിക്ക് സന്തോഷം കൂടെ നിൽക്കാൻ വയ്യ രേവതി. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ നിന്നെ ഒന്ന് എടുത്ത് കറക്കട്ടെ. ഇങ്ങനെ കറക്കാന്ന് പറഞ്ഞു കോരി എടുത്തിട്ട് കറക്കാണ് കേട്ടോ. കറക്കിയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, വീട് സച്ചിട്ട് ആരെങ്കിലും കണ്ടോണ്ട് വരും. നിങ്ങളുടെ അമ്മ ഇത് കാണാഞ്ഞത് ഭാഗ്യം. അമ്മ കണ്ടിരുന്നെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞ് കൊന്നേനെ. അമ്മയോട് പോകാൻ പറ. അല്ല, അമ്മേനെ നീ നിഷ്പ്രയാസം ചൂണ്ടുവിരലിൽ നിർത്തില്ലേ? അല്ല, ദിവസം കഴിയുന്തോറും നിനക്ക് ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? ഓഹോ, അപ്പം ഇത്രയോ ദിവസം എനിക്ക് ബുദ്ധി ഇല്ലായിരുന്നല്ലേ? ഞാൻ മണ്ടിയായിരുന്നല്ലേ? അതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അയ്യേ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ദേഷ്യം വന്നിട്ട് കട്ടിലേ പോയിരുന്നു. അപ്പോഴത്തേക്ക് രേവതിയോട് സച്ചി പറഞ്ഞു, അയ്യോ രേവതി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതേ ഇല്ലാട്ടോ. ബുദ്ധി തെളിഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. നേരത്തെയും നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. നീ ബുദ്ധിയുള്ള പെണ്ണല്ലേ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പേടിച്ചിരുന്നു. നിങ്ങൾ പേടിക്കാനോ? അതും എന്നെയോ? അല്ല, കല്യാണം കഴിഞ്ഞ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമല്ലോ, അതൊരു ബാധ്യതയാകും എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷേ
ആ ഒരു ചിന്തയൊക്കെ തെറ്റായിരുന്നെന്നേ എനിക്ക് ഇപ്പോഴാ രേവതി മനസ്സിലായത്. അപ്പം ഇപ്പൊ എന്ത് തോന്നുന്നു സച്ചേട്ടന്? ഇപ്പം സന്തോഷം തോന്നുന്നു, സമാധാനം തോന്നുന്നു. ഇത് കേട്ടപ്പോ സത്യത്തിലെ സച്ചേട്ട എനിക്കും സന്തോഷമായി, നിനക്ക് സന്തോഷമായല്ലേ? എങ്കിൽ പിന്നെ കിടക്കാം സച്ചേട്ട, നമുക്ക് കിടക്കാം. എല്ലാം നീ പറയുന്ന പോലെ തന്നെ, അതിന് യാതൊരു മാറ്റവും ഇല്ല. ആ, കിടന്നില്ലെങ്കില് നീ ഇസ്റ്റ് കൊണ്ട് എറിഞ്ഞാലോ? എന്തുവാ സച്ചേട്ടാ ഇത്? സച്ചേട്ടാ ഇങ്ങനെ കൂടെ കൂടെ കളിയാക്കരുത് കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കിടക്കുകയാണ്, സച്ചിയും കിടക്കുകയാണ്. സച്ചി എവിടെയാ കിടക്കുന്നത്? നേരെ പായ എടുത്തോണ്ട് പോയി വിരിച്ചു കിടക്കാൻ വേണ്ടി പായ എടുത്തു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, സച്ചിയേട്ടാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ. അല്ല, നല്ലതൊക്കെ തന്നെയാ മഴ പെയ്യുന്നത്. തറയിൽ കിടന്നാലും തണുപ്പിടിക്കില്ലേ? ബെഡിൽ കിടക്ക്, കേറി ബെഡിൽ കിടന്നോ. അത് നീ പറഞ്ഞ കറക്റ്റാ. എങ്കിൽ പിന്നെ ഇന്ന് ബെഡിൽ കിടക്കാം അല്ലേ? എന്നാ പിന്നെ ഞാൻ ബെഡിൽ കിടക്കാം. ഞാനേ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ ഡ്രസ്സ് മാറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നപ്പോ രേവതി ചോദിച്ചു, അല്ല സച്ചിയുടെ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എനിക്കും ഉറക്കം വരുന്നില്ല. എങ്കിൽ പിന്നെ നീ ഒരു പാട്ട് പാട്, ഞാനൊന്ന് കേക്കട്ടെ. ഞാനാണോ പാട്ട് പാടണ്ടേ? സച്ചിയേട്ടനല്ലേ എപ്പോഴും പാട്ട് പാടുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോ പാടാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. സച്ചിയേട്ടൻ പാടാ, അതാ നല്ലത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ പാടാം. അങ്ങനെ നമ്മുടെ സച്ചി മഴനീർത്തുള്ളികൾ നിൻ തല്ലനീർ മുത്തുകൾ അങ്ങനെ എങ്ങാണ്ട് ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട് പാടുവാണ് കേട്ടോ. ഏതായാലും ആ പാട്ട് കേട്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു റൊമാൻസ് ഫീലൊക്കെ തോന്നുന്നുണ്ട്. കുറെ നേരം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക നമ്മുടെ രേവതി. അതുകൊണ്ട് പതുക്കെ നമ്മുടെ രേവതി അങ്ങ് കിടന്നു കിട്ടും. അപ്പൊ ഈ പാട്ടിനിടയ്ക്ക് പഴയ കുറെ കാര്യങ്ങൾ, ഇവരുടെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ നമ്മൾ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സച്ചിയും രേവതിയും തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങളുണ്ടല്ലോ, അതൊക്കെ. അങ്ങനെ പാട്ട് കേട്ട് കേട്ട് നമ്മുടെ രേവതി അവിടെ ഉറങ്ങി പോവുകയാണ്. സച്ചി എന്ത് ചെയ്യാ, പിന്നെ ആ ഒരു പുതപ്പൊക്കെ എടുത്ത് നമ്മുടെ രേവതിനെ പുതപ്പിക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സച്ചിയും കിടന്ന് രേവതിയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പൊ ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രാവിലെയായി ചന്ദ്രനെയാണ്. അങ്ങനെ ചന്ദ്ര നേരെ പൂജാമുറി ചെന്നിട്ട് പറയുക, എന്റെ ഈശ്വരൻ, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്നൊരു പണക്കാരി മരുമകള് വരിക, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നീ കാത്തോണേ എന്റെ ഈശ്വര, ഒരു പ്രശ്നം വരുത്തരുതേ, നല്ലത് മാത്രമേ എന്റെ വീടിന് വരുത്താവുള്ളേ. വലിയൊരു പണക്കാരിയാ. അയ്യോ, അവക്ക് ഇവിടെ കൂടുതൽ കാലം നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് കുറെ സ്വത്തൊക്കെ തരാൻ തോന്നണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ, അല്ല സച്ചി അല്ല, രേവതി ആണെങ്കിൽ കിച്ചണിൽ ഓരോ പണികളാണ്. അപ്പൊ ചന്ദ്ര വന്നിട്ട്, അതെ ഞാൻ പറഞ്ഞ ജോലിയൊക്കെ ചെയ്ത് തീർത്തോടി നീ? ഒക്കെ ചെയ്തു അമ്മേ, ചെയ്തോണ്ടിരിക്കുക. അല്ല, പകുതി സാധനം ഉണ്ടാക്കിയില്ലെന്ന് തോന്നല്ലോ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ നേരത്തെ നിനക്ക് വറുത്ത് വെക്കത്തില്ലായിരുന്നോ? അത് പിന്നെ എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ അമ്മേ. അതെ, അമ്മ എന്നെ വറുത്തെടുക്കാതെ പോകാൻ നോക്ക്. എന്താടി ഈയിടെയായിട്ട് നിന്റെ നാക്കിന് അല്പം നീളം കൂടുന്നുണ്ടല്ലോ. ഓ, ഭയങ്കര നാക്കാണല്ലോ. അത് പിന്നെ അമ്മ ഇന്നലെ രാത്രി പറയുമായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചേനെ. അമ്മ ഇന്ന് രാവിലെ അല്ലേ പറയുന്നത്. ഇതിനൊക്കെ ഒരു സമയം വേണ്ടേ അമ്മേ? നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ? ആ, വിരുന്നുകാർ വരുന്നുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്തിനും ഏതിനും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എടി, ചെയ്യാൻ പറഞ്ഞ ചെയ്ത പോരെ, എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോവുക. പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതെ പിന്നെ മറന്നുപോയി, വീടിന്റെ അകമൊക്കെ വൃത്തിയാക്കിയായിരുന്നോ? അതൊക്കെ ഞാൻ ഇന്നലെ തുറച്ച് വൃത്തിയാക്കിയായിരുന്നു അമ്മേ. എവിടെ, നാക്കെടുത്ത കള്ള മാത്രമല്ലേ പറയത്തുള്ളൂ, ആർക്കറിയാം തുടച്ചോ വൃത്തിയാക്കുകയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് നമ്മുടെ ചന്ദ്ര പോയി. രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര നേരെ ചെന്നിട്ട്, അടുക്കളയിൽ വട്ടം ചുറ്റിക്കോളും, ഒരു ജോലിയും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ വന്ന് നമ്മുടെ രവീന്ദ്രൻ വന്ന് മുട്ടുക. അപ്പൊ രവീന്ദ്രൻ തീർച്ച അങ്ങ് മാറി നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടി, നിനക്ക് എന്താ പറ്റിയത്? അല്ല, രവിയേട്ടന് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. അല്ല, നീ എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തോ മനസമാധാനക്കേട് പോലെ. എന്ത് ചെയ്യാനാ, ഇവിടെ ഒന്നും ഒരു വൃത്തി മെനയുമില്ല. രേവതി ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ രേവതി എല്ലാം ശ്രദ്ധിക്കാറുമുണ്ട്. അവള് വീടും പരിസരവും ഒക്കെ വൃത്തിയിടാറുമുണ്ട്. ഇതാണോ വൃത്തി? നമ്മൾ ഇങ്ങനെയാണോ വൃത്തിയെ കാണേണ്ടത്? വരുന്നവര് നമ്മുടെ വീടിനെ കുറിച്ച് എന്ത് വിചാരിക്കും? അല്ല, ആരാ വരുന്നത്? ആരിവിടെ വരുന്ന പറയുന്നത്? അല്ല, ആരെങ്കിലും വന്നാലെന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഓ, വന്നാലോ? രവിയേട്ടാ, ഇന്ന് വിരുന്നുകാര് വരുന്ന തോന്നുന്നത്. രാവിലെ തൊട്ട് മതിലിന് പുറത്തിരുന്നേ കാക്ക കരയുന്നുണ്ട്. അത് പിന്നെ വേറൊന്നുമല്ല ചന്ദ്ര, കാക്കയ്ക്ക് വിശന്ന് കാണും. ഇടി, വീട്ടിൽ വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാക്കയ്ക്ക് വിളിച്ചു പറയലല്ല ജോലി. കാക്ക എന്താ പോസ്റ്റ്മാനോ?
അല്ല നീ ഒരു കാര്യം ചെയ്യ്, കാക്കയ്ക്ക് 2 ഇഡലി സാമ്പാറും എടുത്തു കൊടുക്ക്, എന്നിട്ട് നീയും കഴിക്കുക. അപ്പം കാക്ക നിർത്തിക്കോളും. അപ്പൊ ഞാൻ കാക്കയുടെ കൂടെ കഴിക്കണോ? അത് നിന്റെ ഇഷ്ടം. ഇനിയിപ്പൊ അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ നീ അങ്ങനെ കഴിച്ചോ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് അകത്ത് കയറി പോവുകയാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചിനെ പറഞ്ഞു വിടണമല്ലോ. അപ്പം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക. അതുമല്ല, ഇന്നിവിടെ ശ്രീകാന്ത് വർഷയും വരുന്ന കാര്യം എങ്ങനെ ഞാൻ രവിയേട്ടനോട് പറയും? വേണ്ട, അവര് വരട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി, എന്നിട്ട് അറിഞ്ഞാൽ മതി, അതാ നല്ലത്. അല്ല, ശ്രുതിയോടൊന്ന് പറയാം. അല്ല, അവള് റെഡിയായി കാണുമോ? ആകെ മൊത്തം ടെൻഷനാണല്ലോ. സച്ചിനെ പറഞ്ഞു വിടണു, ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഉടനെ തന്നെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.